ഗൗരി ശങ്കരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ശങ്കറിനെ കാണാൻ വേണ്ടി ICUവിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. ആ സമയത്ത് ഗൗരി മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ നീ ശങ്കറിനെ കാണാൻ പോകുന്നില്ലേ? അച്ഛൻ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളും കൂടി പോകും. എല്ലാവരും കൂടി അങ്ങനെ ശങ്കറിനെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഗൗരി ഇങ്ങനെ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കണ കാണുമ്പോൾ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. മുത്തശ്ശി വിളിച്ചപ്പോൾ ഗൗരി വേഗം ചെല്ലുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ആക്ഷനിലൂടെ ശങ്കറിനെ തൊട്ടിട്ട് നീയാണ് ശങ്കറിനെ രക്ഷിച്ചതെന്ന് ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ രാധാമണി പറയുന്നുണ്ട്, അത് ശരിയാണ്. അമ്മ പറയുന്നത് ഗൗരി തന്നെയാണ് ശങ്കറിനെ രക്ഷിച്ചത്, പക്ഷേ ഗൗരി തന്നെയാണ് ഈ അവസ്ഥയിലാക്കിയതും കൂടി അമ്മ പറയണം എന്ന് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അതേസമയം തന്നെ പെട്ടെന്ന് മഹാദേവൻ പറയുന്നത്, അതെ എൻ്റെ കുട്ടി ശങ്കരന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രൊഫസറും മരുമോനും ആരതിമോളും മുത്തശ്ശിയും വേണിമോളും ഒക്കെ ഇവിടെ നിൽക്കണ്ട കേട്ടോ, ഒക്കെ വേഗം സ്കൂട്ടായിക്കോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അവരെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആ സമയം അപ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട് ആദർശിന്. വായോ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ആദ്യം ഇനി മരുമോനെ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് എല്ലാവരും കൂടി പോകാൻ നേരത്ത് നമ്മുടെ ആദർശ് ഗൗരിയോട് പറയുന്നുണ്ട്, ഗൗരി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മഹാദേവൻ പറയുന്നുണ്ട്, മരുമോനെ നിങ്ങളുടെ ഒരാവശ്യം കൂടി ഇല്ല, ഇവിടെ എന്തിനും ആളുണ്ട് ഗൗരി, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യപ്പെട്ട് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും മുത്തശ്ശിയുടെ മുഖം കണ്ടപ്പോൾ നമ്മുടെ ആദർശ് ചോദിക്കുന്നത്, എന്ത് പറ്റി മുത്തശ്ശി എന്ന് വെച്ചപ്പോൾ, മഹാദേവൻ നമ്മൾ അപമാനിച്ചതല്ലേ, നമ്മൾ എത്ര വഴിയാകലെന്ന് വന്നതുണ്ട്, അതുപോലെ ആലോചിക്കാണ്ട് നമ്മളെ പറഞ്ഞയക്കാൻ നോക്കിയില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാളുടെ വിവരമില്ലായ്മ അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൂട്ടത്തിൽ വേണിയെ കാണാണ്ടാകുമ്പോൾ വേണിയെ എവിടേക്ക് പോയി നോക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണി ഒരു സ്ഥലത്തുണ്ട്, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ വേണി നമ്മുടെ ഗൗരി പോയ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവനോട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഏട്ടൻ പാവമാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തോരം ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്, അതെല്ലാം മറന്ന് അതൊന്നും എൻ്റെ ഏട്ടനോട് തീർക്കരുത്, എൻ്റെ ഏട്ടൻ പാവമാണ്, എൻ്റെ എണ്ണും ഗൗരിയും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആദർശ് വന്നു കഴിഞ്ഞിട്ട് വേണീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ നേഴ്സ് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാളിവിടെ നിന്നാൽ മതി, ബാക്കി എല്ലാവരും പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കാമെന്ന് ഗൗരി പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രാധാമണി പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ അടുത്ത് നിൽക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ അല്ലമ്മേ ഞാൻ നിന്നോളാമെന്ന് ഗൗരി വീണ്ടും പറയുമ്പോൾ, അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. എന്നിട്ട് ശേഖരനോട് പറയുന്നുണ്ട്, ശേഖരെ ഇവരെല്ലാവരെയും നീ വീട്ടിൽ കൊണ്ടാക്ക്, അതുപോലെ തന്നെ ഇവിടെ രാധാമണി നിന്നോളും എന്ന് പറയുമ്പോൾ ഗൗരിക്കൊന്നും പറയാൻ പറ്റില്ല. ഗൗരി അങ്ങനെ തിരിഞ്ഞ് പോണ സമയത്ത് നമ്മുടെ ശങ്കർ ഗൗരിയുടെ കൈമ പിടിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, ഇവർ നിന്നാൽ മതി, ഇവർ നിൽക്കുന്നതായിരിക്കും ഈ പേഷ്യൻറ്റിന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖം മങ്ങി. അങ്ങനെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. പിന്നീട് ആദർശിൻ്റെ വീടിന് കാണിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് വേണി നല്ല രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആരതിനെ കളിയാക്കുന്നുണ്ട്. വേണി നല്ല രീതിയിൽ മാറിയതിൽ അവർക്ക് എല്ലാവർക്കും നല്ല അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ശങ്കർ ഭക്ഷണം, ഇഞ്ചക്ഷൻ, അതുപോലെ ഗ്ലൂക്കോസൊക്കെ കൊടുത്തിരിക്കുന്ന ആ സൂചിയുള്ള കൈ കൊണ്ട് തന്നെ ഭക്ഷണം വാരി കഴിക്കാൻ നോക്കുമ്പോൾ ഗൗരി ഓടിച്ചെന്ന് വാരി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശങ്കർ സ്വീകരിക്കുന്നില്ല. പിന്നീട് ഗൗരി ഓരോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശങ്കറിനെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും പറഞ്ഞതല്ല, നിങ്ങളെൻ്റെ കൊമ്പനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടൊക്കെ ശങ്കറിനോട് സംസാരിക്കുമ്പോൾ ശങ്കറിന് ഇഷ്ടക്കേട് തന്നെയാണ് ഗൗരിയോട്. പക്ഷേ ഗൗരി വാരി കൊടുക്കുന്ന കഞ്ഞി കുടിക്കുന്നുണ്ട്. അങ്ങനെ ആ കഞ്ഞി കുടിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് ശേഖരൻ ഇങ്ങനെ ഗൗരവത്തോടെ വന്ന് വാതിക്കെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.